ഹായ് ഹലോ. ഇന്ന് നമ്മുടെ ക്ലൗഡ് കിച്ചണിൽ എങ്ങനെയാണ് സിമ്പിളായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ചിക്കനെ വറുത്ത് പോയതിന് ശേഷം ആ സെയിം എണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള, കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ ചേർത്ത് നമ്മൾ സബോളേനെ ഒരു 5 മിനിറ്റ് വഴറ്റിയെടുക്കാം. സബോള വഴറ്റുന്ന കൂട്ടത്തിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കാവുന്നതാണ്. ഇനി സബോളയ്ക്ക് ഇടാനുള്ള മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനെ നമ്മൾ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കാശ്മീരി ചില്ലി, ചിക്കൻ മസാലപ്പൊടി, കുരുമുളക്. വഴറ്റി വെച്ചിരിക്കുന്ന സബോളയിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഇതിൻ്റെ റോ ഫ്ലേവർ പോകുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. മസാലപ്പൊടി ചേർത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് തക്കാളി പേസ്റ്റ് ചേർത്ത് ഇളക്കാവുന്നതാണ്. ഇനിയാണ് ചിക്കൻ്റെ വരവ്. അതിനായി വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനെ നമുക്കിതിലോട്ട് ചേർത്ത് ഒന്ന് ഇളക്കി ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി മല്ലിയില ചേർത്ത് ഒന്ന് ഇളക്കി തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ചിക്കൻ റോസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലൗഡ് കിച്ചൺ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ്. ക്ലൗഡ് കിച്ചൻ്റെ പേര് റൈസ് ആൻഡ് ഫ്ലെയിം. സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും അവൈലബിൾ ആയിരിക്കും.